വല്ലവന്റെ കയ്യിൽ നല്ലല്ല. പിന്നെ എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. ആരാന്റെ മുതലല്ല, എന്റെ ഗിബിയുടെ മുതലാണ് ഞാൻ അടിച്ചു മാറ്റിയത്. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നിപ്പോ വന്നേക്കുന്നത് ഒരു രോഗിയെ കാണാനാണ്. അതെ, എന്റെ രോഗിയെ നിങ്ങൾ കണ്ടോ? അതെ, പാവം എന്റെ രോഗിക്കുട്ടന്. എന്ത് പറ്റിയ ഗിബി? പല്ല് വേദന. വിസ്റ്റണ്ടോ? അപ്പൊ ഗിബിക്ക് ബുദ്ധി ഉണ്ട് കേട്ടോ. വിസ്റ്റണ്ടോ അങ്ങനെയാ, എല്ലാവർക്കും വരില്ല. ഓ മൈ ഗോഡ്, അതെല്ലാവർക്കും. പല്ല് വേദനയുടെ റെസ്റ്റ് എടുത്തിരിക്കണ ഗിബി, പാവം. ഗൈസ് നോക്കൂ, ഗിബിയുടെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ്. നോക്കൂ, കണ്ടോ? അതെ, കൂടിയ ബ്രാൻഡ് ഏതൊക്കെയാണോ കുറെ. അപ്പൊ ഗിബി ഓക്കെ. അപ്പൊ നമ്മുടെ ഇവിടെ വന്ന സ്ഥിതിക്ക് ഗിബി എന്തെങ്കിലും അല്ലേ ഗിബി? എനിക്ക് എന്താന്ന് അറിയില്ല. ഗിബിയുടെ ഷർട്ട്, ഗിബിയുടെ ഗിബിയുടെ മറ്റേ മാല, വള, ഗിബിയുടെ ഫാൻസി ഐറ്റംസ് എല്ലാം സൂര്യ ചേച്ചിക്ക് വേണം. അതെ, ഗിബിയുടെ നല്ല ഒരു ഹുഡി എന്റെ കയ്യിലുണ്ട്. അതെ, എന്റെ വീട്ടിലൊരു ഭദ്രമായിട്ടിരിക്കുന്നുണ്ട്. കണ്ടോ, ഇത് കൊള്ളാല്ലേ? ഇഷ്ടപ്പെട്ടു എടുക്കുന്നു സൂര്യ. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അന്ന് ഞാൻ എന്റെ ചെറുത്തിനോട് പ്രശ്നം തീർന്നില്ലേ? ഇല്ല, ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് ആരെങ്കിലും എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറ്റില്ല. വ്യക്തികെട്ട സൂര്യച്ചന് 3 റിലേഷനാണ്. മെസ്സേജിന് ഷുഗർ ഡാഡീസ് ഒക്കെ തോന്നുന്നു. മ്യൂട്ട് എന്റെ എന്റെ ഡാഡി എന്നെ എന്നോട് മിണ്ടായില്ല. ഇതുണ്ട്, പക്ഷെ ഞാനെല്ലാം ഇടണത്. അപ്പൊ ഇടൂല, അതെ. എന്റെ ഡാഡി എന്നെ എന്നോട് മിണ്ടുന്നില്ല. അപ്പൊ എനിക്ക് ഷുഗർ ഡാഡി ഇത് വെച്ചിടണം. എനിക്കറിയില്ല. ഷുഗർ ഇട്ട് വെള്ളം ഗിബി എങ്ങനെ അറിയാത്ത പോലെ അഭിനയിക്കാം. ഇതൊന്നും കണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടല്ലോ. അപ്പൊ ഗൈസ്, ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന് രോഗിയെ കാണാൻ വന്നതായിരുന്നു. ഇതും പറയോ, പല്ലുവേനിട്ടിട്ട് വേദനിച്ചിരിക്കുന്നു. ആ മോണ കീറിയ രോഗം അതല്ല, അതുകൊണ്ട് സംസാരിക്കുന്നില്ല ഗൈസ്. എന്താ സംസാരിക്കാതെ ഞങ്ങൾക്ക് അറിയണമല്ലോ അല്ലേ? അതാ സുനിച്ച് പറഞ്ഞ കറക്റ്റാ. ബുദ്ധിയുള്ളവർക്കാണോ നാലെണ്ണുണ്ട്? എനിക്കറിയില്ല. അങ്ങനെ പണ്ടാര ഇത് മാറിയിട്ട് വേണം എനിക്ക് ഒരു ഞാനും വരും. ഫുഡ് കഴിക്കാൻ പോകും. എനിക്ക് ഗിബി അത് തന്നില്ല. ഇപ്പൊ എനിക്ക് വേറെ തന്നത്. ഞാൻ നോക്കട്ടെ ഏട്ടാ. എനിക്ക് ഗിബി അത് തന്നില്ല. എനിക്ക് ഒരു പ്രശ്നമില്ല. ഗിബിയുടെ ഞാൻ അടിച്ചു മാറ്റി. വല്ലവന്റെ കയ്യിൽ നല്ലല്ല. പിന്നെ എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. ആരാന്റെ മുതലല്ല, എന്റെ ഗിബിയുടെ മുതലാണ് ഞാൻ അടിച്ചു മാറ്റിയത്. കൊള്ളാവോ? നോക്കട്ടെ. അതെ, സെസ്കി ബോഡി കാണിച്ചു കൊടുക്കട്ടെ. ഇത് താഴെ വെക്കാൻ പറ്റൂല, ഇവനെടുത്തോണ്ട്. ഗിബിയുടെ സെസ്കി ബോഡി കണ്ടോ? കാണാൻ പറ്റുന്നില്ലല്ലോ ഗൈസ്. കണ്ടോ? ഓ ടാറ്റു ഒക്കെ ഉണ്ട്. അതെ, നെഞ്ചത്ത് തന്നെ ടാറ്റു. വന്നോ? ബൈ ബൈ ഗൈസ്. അപ്പൊ ഞങ്ങൾ പോവാണ്. ഞാൻ മുകളിൽ പോയിട്ടാണ് ചർച്ച ചെയ്തത്. അതെ, കണ്ടോ ഗൈസ്, കുട്ടിയുടെ ബിസ്കറ്റ് രണ്ടുപേരെ കൊരങ്ങനെ പോലെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്റെ കൊച്ചു ക്ഷീണിച്ച് ഗൈസ്. എന്റെ കൊച്ചു ക്ഷീണിച്ച്. അതെ, പഴങ്കഞ്ഞി കുടിച്ച് രാവിലെ. വൈബ് വില്ല. ഹേയ് നമി. ചെള്ളക്ക് നീരുണ്ട്. ചെള്ളക്കൊന്നും പറ്റേ. ചെള്ളക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഉള്ളില് നീര് പല്ല് പിടിച്ചാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും.
ഞാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരാഴ്ച. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആണ് നീരുണ്ടോ? എവിടെ വേണ്ട? അപ്പൊ ഓക്കെ ഗായ്സ്, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബൈ. അപ്പൊ ഗായ്സ് Bye, guys. ബൈ Bye-bye. ബൈ.